ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്നലെ നടന്ന അസിസ്റ്റൻ്റ് കമ്പൈലർ എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് ഓഫ് ദി എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡർ. ഈസ് എന്നാണ് വരിക. ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ് എന്നതാണ് ഫോർമാറ്റ്. ഈച്ച് ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. പ്ലൂറൽ നൗൺ ഇവിടെ എംപ്ലോയീസ് വരും, സിംഗുലർ വെർബ് ഈസും വരും. ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. ഓഫ്, അക്യൂസിന് ശേഷം വരുന്ന പ്രപ്പോസിഷൻ ഓഫ് ആണ്. അക്യൂസ് ഓഫ് എന്നാണ് പറയുക. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 5 years. ഫോർ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ടൈം പീരീഡിനെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിവിടെ 5 വർഷമായിട്ട് താമസിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 വർഷം ആയിട്ടെന്ന് പറയുന്നത് ഒരു ടൈം പീരീഡാണ്, അതുകൊണ്ട് ഇവിടെ 4 വന്നു. 5 years. സീന ഡാഷ് ടുമാറോ ടു അറ്റൻഡ് ദ വെഡ്ഡിങ്. വിൽ കം. സീന നാളെ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് വിൽ കം ടുമാറോ എന്ന് വന്നിരിക്കുന്നത്. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. ആർട്ടിക്കിളാണ് ചേർക്കേണ്ടത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എ യുനാനിമസ് എന്നാണ് പറയുന്നത്. എ യുനാനിമസ് ഡിസിഷൻ. അതായത് ആർട്ടിക്കിൾ ചേർക്കുമ്പോൾ എയും ആനും ചേർക്കുന്നത് വവൽ ലെറ്റേഴ്സിന് മുമ്പിലായിട്ട് ആൻ ചേർക്കും, കൺസോണൻ്റ് ലെറ്റേഴ്സിന് മുമ്പിലായിട്ട് എയും ആണ് വരുന്നത്. വവൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് AEIOU ആണ്, കൺസോണൻ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ലെറ്റേഴ്സ്. പക്ഷേ ഇവിടെ യുനാനിമസ് പ്രൊനൗൺസ് ചെയ്യുന്നത് കൺസോണൻ്റ് സൗണ്ടിലാണ്, അതുകൊണ്ടാണ് എ യുനാനിമസ് എന്ന് പറയുന്നത്. എ യൂണിവേഴ്സിറ്റി എന്ന് പറയില്ലേ, അതായത് ഈ യു എന്നുള്ള രീതിയിൽ കൺസോണൻ്റ് സൗണ്ടിലാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്, അതുകൊണ്ട് അവിടെ എ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു. അതുപോലെ ഇത് എ യുനാനിമസ് എന്നാണ് പറയുന്നത്. കൺസോണൻ്റ് സൗണ്ടിൽ പ്രൊനൗൺസ് ചെയ്യുന്നത് കൊണ്ട് എ യുനാനിമസ് എന്നാണ് വരുന്നത്. സാധാരണ വവൽ ലെറ്റേഴ്സിന് മുമ്പിൽ ആനും കൺസോണൻ്റ് ലെറ്റേഴ്സിന് മുമ്പിലായിട്ട് എയും ആണ് ചേർക്കുന്നത്. പക്ഷേ ചില കണ്ടീഷനിൽ ഇങ്ങനെയാണ്. വൺ ഹൂ ട്രീറ്റ്സ് സ്കിൻ ഡിസീസസ് ഈസ് നോൺ ആസ് ഡാഷ് ഡെർമറ്റോളജിസ്റ്റ്. അതായത് ത്വക്ക് രോഗ വിദഗ്ധൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൺ ഹൂ ട്രീറ്റ്സ് സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗം ചികിത്സിക്കുന്ന ആൾ ഡെർമറ്റോളജിസ്റ്റ്. ഡു യു മൈൻഡ് ഡാഷ് ദ ആൻസേഴ്സ് റൈറ്റിംഗ്. മൈൻഡിന് ശേഷം വരുന്ന വെർബ് ING ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ജെറണ്ട് ഫോമിലായിരിക്കും. ജെറണ്ട് ഫോം എന്ന് പറയുന്നത് തന്നെയാണ് ING ഫോം. മൈൻഡിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും ING ഫോമിലാണ് യൂസ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് റൈറ്റിംഗ് എന്ന് വന്നത്. ഡു യു മൈൻഡ് റൈറ്റിംഗ് ദ ആൻസേഴ്സ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി വേർഡ് ഡോർമെൻറ്റ്? മീനിങ് ഇനാക്റ്റീവ്. ഡോർമെൻറ്റിൻ്റെ മീനിങ് ഇനാക്റ്റീവ്. ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദ മോർണിംഗ്. ഹോട്ടർ. ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ഹോട്ടിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഹോട്ടർ എന്നാണ് പറയുന്നത്. നത്തിങ് വിൽ ഹാപ്പൻ ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗാണ് കണ്ടുപിടിക്കേണ്ടത്. നത്തിങ്ങിന് ശേഷം വരുന്ന നത്തിങ് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റുമ്പോൾ അവിടുത്തെ പ്രോനൗൺ എപ്പോഴും ഇറ്റ് ആയിരിക്കും. ഇവിടെ 4 ഓപ്ഷനിലും ഇറ്റ് ഉണ്ട്. പിന്നെ നോക്കേണ്ടത് പോസിറ്റീവ് ടാഗിലുള്ളതാണെങ്കിൽ നെഗറ്റീവ് ടാഗിലോട്ട് മാറ്റണം, നെഗറ്റീവ് ടാഗിലുള്ളതാണെങ്കിൽ അതിനെ പോസിറ്റീവ് ടാഗിലോട്ട് മാറ്റണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കണ്ടീഷൻ. ഇവിടെ നത്തിങ് വന്നിരിക്കുന്നത് കൊണ്ട് ഇത് നെഗറ്റീവ് ടാഗാണ്, അപ്പോൾ അതിനെ പോസിറ്റീവ് ടാഗിലേക്ക് മാറ്റുമ്പോൾ നോട്ട് ഇല്ലാതെ വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ വിൽ ഇറ്റ് എന്നാണ് വരിക. വിൽ ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്